ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോഡ്. യെസ്, അപ്പം നമ്മളെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1 ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ 3rd ചാപ്റ്റർ, അതായത് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആൻഡ് 4th ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജി. ഈ 2 ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്, അതുപോലെ തന്നെ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്താണ് എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോഗ്രാം ഒരു വലിയ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ പാർട്ടുകളൊക്കെ സോൾവ് ചെയ്ത് നമ്മളെ മെയിൻ പ്രോഗ്രാമിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. എന്താണ്? എൻറ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ്. അല്ലേ, ഞാൻ പറഞ്ഞ പോലെ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യും. ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, ഈ സബ് പ്രോഗ്രാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് പ്രോഗ്രാം എഴുതിക്കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മളിങ്ങനെ ഓരോ മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മെയിൻ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സബ് പാർട്ടിനെയാണ്, അല്ലെങ്കിൽ സബ് ടാസ്കിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, മൊഡ്യൂൾ എന്ന് വിളിക്കുക. മെയിൻ പ്രോഗ്രാമിനെ നമ്മളിങ്ങനെ 2-3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പാർട്ടിനെയും നമുക്ക് എന്ത് വിളിക്കാം, മൊഡ്യൂൾ എന്ന് വിളിക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഇസ് കോൾഡ് മോഡുലറൈസേഷൻ. വെറുതെ ഇങ്ങനെ മെയിൻ പ്രോഗ്രാമിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആ പരിപാടിക്ക്, ആ പ്രോസസ് നമുക്ക് എന്ത് വിളിക്കാം, മോഡുലറൈസേഷൻ എന്ന് വിളിക്കാം. ഈ 2 ടേംസ് നിങ്ങൾ ഓർത്തില്ലെങ്കിലും പ്രശ്നമല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷൻ എങ്കിലും ഈ ഒരു ഫസ്റ്റ് ലൈനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ മെറിറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് അല്ലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ. അതായത് വാട്ട് ഈസ് ദ മെറിറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഈസ് ദ മെറിറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ്. ബിക്കോസ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ ചെറിയ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മെയിൻ പ്രോഗ്രാമിനെ ചെറിയ ഫംഗ്ഷൻസ് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പം മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആൻസർ തന്നെയാണ് നമ്മൾ എഴുതുക. ആൻഡ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഒരു വലിയ ഒരു പ്രോഗ്രാം ഉണ്ട്, മെയിൻ പ്രോഗ്രാം ഉണ്ട്, അതിനെ ചെറിയ പാർട്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോഗ്രാമിൻ്റെ സൈസ് എന്തായാലും എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും. അല്ലേ, സൈസ് റെഡ്യൂസ് ആവും. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ് ആണ്. അല്ലെ, എറർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അല്ലെ, വലിയൊരു കാര്യം ചെറിയ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്താണ്, എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കുറയുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അല്ലേ, വലിയ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ചെറിയ പാർട്സ് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സബ് പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സബ് പാർട്ടിൻ്റെ സൊല്യൂഷൻ മേ ബി വേണമെങ്കിൽ വേറൊരു സബ് പാർട്ടിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് 4 മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പം എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ എനി 2 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ സ്ട്രിങ് മാനിപ്പുലേഷൻ. മക്കളെ, C++ൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ട്, കൺസോൾ ഫംഗ്ഷൻസ് ഉണ്ട്, ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എല്ലാം പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്ട്രിങ് ഫംഗ്ഷൻസിൽ ഏതേലും 2 പറ്റി എഴുതാൻ പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, C++ലെ സ്ട്രിങ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്. STRൽ തുടങ്ങുന്ന കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. STRLEN, strcpy, strcat, strcmp, strcmpi, ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഹെഡർ ഫയൽ കൊടുക്കണം. ആ ഹെഡർ ഫയൽ ഏതാണെന്നുള്ളതും പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഒരു ചോദ്യമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഹെഡർ ഫയൽ ഏതാണ്, സി സ്ട്രിങ് എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. ഓക്കെ, അപ്പോൾ എന്താ ചോദ്യം, എന്താ ഏതെങ്കിലും 2 സ്ട്രിങ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഏതെങ്കിലും 2 നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന strcpyയും strcat-യുമാണ്. മക്കൾ എന്തിനാണ് strcpy ഉപയോഗിക്കുന്നത്? ടു കോപ്പി വൺ സ്ട്രിങ് ടു അനദർ. strcpy എന്ന് പറഞ്ഞാൽ കോപ്പിയാണ്, ഒരു സ്ട്രിങ്ങിനെ വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ബിക്കോസ് ഇത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സിൻടാക്സും കൂടെ ഒന്ന് എഴുതി വെക്കുക. strcpy string 1, string 2. എന്താ സംഭവിക്കുക? string 2 എടുത്തിട്ട് string 1ലേക്ക് കോപ്പി ചെയ്യും. വളരെ സിമ്പിൾ. ഇനി അടുത്ത strcat എന്തിനാ? ടു അപ്പെൻഡ് വൺ സ്ട്രിങ് ടു അനദർ. ഈ CAT എന്ന് പറഞ്ഞാൽ കോൺഗാറ്റിനേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് വേറെ സ്ട്രിങ്ങിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക ആക്ച്വലി. ഓക്കെ, സോ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? strcat string 1, string 2. എന്താ സംഭവിക്കുക? string 2നെ string 1ലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. strlen എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ. strcpy നമ്മൾ പറഞ്ഞു കോപ്പി ചെയ്യാനാണ്. strcat പറഞ്ഞു കോൺഗാറ്റിനേഷൻ ചെയ്യാനാണ്. strcmp കമ്പയർ ചെയ്യാനാണ്, രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ നോക്കാൻ. ആൻഡ് strcmpi എന്ന് പറഞ്ഞാൽ കേസ് ഇഗ്നോർ ചെയ്തിട്ട് കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, strcmpi നമ്മൾ യൂസ് ചെയ്യുന്നത് കേസ് ഇഗ്നോർ ചെയ്തിട്ട് കമ്പയർ ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പുട്ട് ആൻഡ് റൈറ്റ് വിത്ത് എക്സാമ്പിൾ. പുട്ടും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എടാ, പുട്ടും റൈറ്റും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് ആക്ച്വലി നമ്മളിത് പഠിക്കുന്നത് സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. തൊട്ട് മുന്നേ സ്ട്രിങ് ഫംഗ്ഷൻസ് പറഞ്ഞു. ഇത് സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതായത് ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ് എന്ന് പറയുന്ന 4 ഫംഗ്ഷൻസ് ആണ് C++ലെ സ്ട്രീം ഫംഗ്ഷൻസ്. ഓക്കെ, അതായത് ഈ 4 ഫംഗ്ഷൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പുട്ടിൻ്റെയും റൈറ്റിൻ്റെ വ്യത്യാസം. നമുക്കറിയാം പുട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ക്യാരക്ടർ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ്. എന്നാൽ റൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്ട്രിങ് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പം ബേസിക്കലി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇതാണ്. പുട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ, H അല്ലെങ്കിൽ A, B എന്നെല്ലാം പറയുന്ന ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനാണ്. എന്നാൽ റൈറ്റ് ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം വ്യത്യാസം എഴുതുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ആയിട്ട് അത് തന്നെ പറയാം. ഇത് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനാണ്, ഇത് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനാണ്. രണ്ടിൻ്റെ സിമിലാരിറ്റി ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ രണ്ടും എന്താണ്? സ്ട്രീം ഔട്ട്പുട്ട് ഫംഗ്ഷൻസിൽ വരുന്ന കാര്യമാണ് നമുക്കറിയാം. എന്നാൽ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് വൺ ആർഗ്യുമെൻറ്റ്. അതായത് പുട്ടിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, അതാണ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ, പുട്ടിൻ്റെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റൂ, ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്നാൽ റൈറ്റിന് നമുക്ക് എന്ത് കൊടുക്കുക? 2 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. അതായത് ഇതിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഇവിടെ സിൻടാക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. cout.put എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഏതാണ്, മേ ബി ഞാനിപ്പോൾ A ആണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ കോൺസ്റ്റന്റ് കൊടുക്കും. അല്ലെങ്കിൽ ഓർ നമുക്ക് എന്ത് കൊടുക്കുക? ക്യാരക്ടർ വാരിയബിൾ. അതായത് CHലാണ് നമ്മളെ ക്യാരക്ടർ വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ CH എന്ന് പറയുന്ന വാരിയബിളിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? cout.put അല്ലെങ്കിൽ പുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ജസ്റ്റ് ക്യാരക്ടർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിൾ മാത്രമേ, ഒരു ആർഗ്യുമെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ റൈറ്റിൻ്റെ കേസിൽ 2 ആർഗ്യുമെന്റ് കൊടുക്കുക. ഫസ്റ്റ് വൺ സ്ട്രിങ് കോൺസ്റ്റന്റ്, ഒന്നുകിൽ ഹായ് ഹലോ എന്നെല്ലാം പറയുന്ന സ്ട്രിങ് കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ സ്ട്രിങ് വാരിയബിൾ, മേ ബി str എന്ന് പറയുന്ന അറയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ അറേൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് 2 ആർഗ്യുമെൻറ്റ് പറ്റും. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒന്നുകിൽ സ്ട്രിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ട്രിങ് വാരിയബിൾ കൊടുക്കുക. ആൻഡ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ജസ്റ്റ് ഒരു സൈസും കൂടെ കൊടുക്കുക. അതായത് ഞാൻ സൈസ് =3 എന്ന് കൊടുത്താൽ മാക്സിമം 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സ്ട്രിങ്ങിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഞാൻ ഹലോ എന്നാണ് സ്ട്രിങ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സൈസ് 3 കൊടുത്താൽ ഹലോൻ്റെ ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ 2 ആർഗ്യുമെന്റ്സ് എന്തിനുണ്ടാവും? റൈറ്റിനുണ്ടാവും. സോ ഡിഫറൻസ് വളരെ സിമ്പിൾ ആണ്. പുട്ട് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ, റൈറ്റ് ഉപയോഗിക്കുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ. പുട്ടിൽ 1 ആർഗ്യുമെന്റ്, റൈറ്റിൽ എന്ത്? 2 ആർഗ്യുമെന്റ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് എവിടെ നിന്ന് വരുന്ന? അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ നമുക്ക് എന്തും കൂടെ വിളിക്കാം? പാസ് ബൈ വാല്യൂ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസിനെ പാസ് ബൈ റെഫറൻസ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. എന്താ വ്യത്യാസം? കോൾ ബൈ വാല്യൂവിൽ ഓർഡിനറി വാരിയബിൾസ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാലോ കോൾ ബൈ റെഫറൻസിൽ റെഫറൻസ് വാരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. റെഫറൻസ് വാരിയബിൾസിന് എന്തുണ്ടാവും? ഒരു ആംപർസെന്റ് സിമ്പൽ ഉണ്ടാകും. മറ്റൊരു വ്യത്യാസം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ ആർഗ്യുമെന്റ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ്. അതായത് നമ്മൾ SSLC ബുക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ എന്തെങ്കിലും എഴുതി കളിച്ചാൽ ഒറിജിനൽ എഫക്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ എന്ത് ചെയ്യുന്നില്ല? അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ കൂടെയുള്ള ആർഗ്യുമെന്റ് ആണ്. ആ ഡെഫിനിഷന്റെ കൂടെയുള്ള ആർഗ്യുമെന്റിൽ മാറ്റം വരുത്തിയാൽ ആക്ച്വൽ ആർഗ്യുമെന്റിൽ എന്ത് ചെയ്യൂല? എഫക്റ്റ് ചെയ്യൂല. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിന്റെ കൂടെയുള്ള ആർഗ്യുമെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ചേഞ്ചസ് അവിടെ
കോൾ ബൈ റെഫറൻസിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഫോർമലിൽ മാറ്റം വരുത്തിയാൽ ആക്ച്വൽ എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ വേണം. എന്തിന്? ഫോർമൽ വാരിയബിളിനും ആക്ച്വൽ വാരിയബിളിനും അല്ലെ, ഫോർമൽ പാരാമീറ്ററിനും അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റിനും എന്ത് വേണം? സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ വേണം. ഫോർമൽ പാരാമീറ്റർ ഫോർമൽ ആർഗ്യുമെന്റ് സ്റ്റോർ ചെയ്യുന്ന വേറെ ലൊക്കേഷനിൽ, ആക്ച്വൽ ആർഗ്യുമെന്റ് സ്റ്റോർ ചെയ്യുന്നത് വേറെ ലൊക്കേഷനിൽ. ആ രീതിയിലാണ് കോൾ ബൈ വാല്യൂല് വരുന്നത്. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ എങ്ങനെയാ? ബോത്ത് ഷെയർ സെയിം മെമ്മറി ലൊക്കേഷൻ, രണ്ടിനും സെയിം മെമ്മറി ലൊക്കേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഫോർമലിൽ മാറ്റുമ്പോൾ വാല്യൂ എന്തിൻ്റെ മാറിപ്പോവും? ആക്ച്വലിൽ മാറിപ്പോവും. അതുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ മാറുന്നത്. ഫോർമലിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആക്ച്വലിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ രണ്ടിനും സെയിം മെമ്മറി ലൊക്കേഷനാണ് കോൾ ബൈ റെഫറൻസിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, 4ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. പോർട്ട് നമ്പർ എഴുതാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം SMTPന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 443 ആണ്. SMTPന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 25 ആണ്. അതുപോലെ തന്നെ HTTPSന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 443 ആണ്. ഇത് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ സർവീസസിൻ്റെയും പോർട്ട് നമ്പർ നിങ്ങൾ ജസ്റ്റ് പഠിക്കണം. 20 and 21 ആണ് FTPയുടേത്, 22 ആണ് SSHൻ്റെത്, 25 ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ SMTPയുടേത്, 53 ആണ് DNSൻ്റെത് ആൻഡ് 80 ആണ് HTTPയുടേത് അല്ലേ. അതുപോലെ തന്നെ 110 ആണ് POP3യുടേത്. POP3 എന്ന് പറഞ്ഞാൽ ഇമെയിലിൻ്റെ സബ്ബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. 443 ആണ് HTTPS എന്ന് പറയുന്ന സർവീസിൻ്റെത് അല്ലേ. അപ്പോൾ ഈ പോർട്ട് നമ്പേഴ്സ് എന്ത് ചെയ്ത് വെക്കുക? കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദ്യം വരാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അല്ലേ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വെബ് പേജിൻ്റെ കണ്ടന്റ് ലേഔട്ടൊക്കെ എപ്പോഴും ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക് ആണ്. എന്നാൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അല്ലെ, സമയത്തിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക്കിൻ്റെ വേറൊരു പ്രത്യേകത, അത് ഡാറ്റാബേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഡൈനാമിക്കിൻ്റെ പ്രത്യേകത എപ്പോഴും ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഡൈനാമിക് ആയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ കൊറീസിലൂടെ നമുക്ക് തരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അല്ലെ. ഇപ്പം റിസൾട്ടൊക്കെ നോക്കുന്ന വെബ്സൈറ്റ്, നമ്മളെ +2 ഒക്കെ റിസൾട്ട് നോക്കുന്ന വെബ്സൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ബിക്കോസ് ഡാറ്റാബേസ് എന്നൊക്കെ വാല്യൂസ് എടുത്തിട്ടാണ് നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള വെബ് പേജുകൾ അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടൊക്കെ ആയിട്ട് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറയുന്നത് ഡയറക്ട്ലി നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതായത് അതിന് എന്തിൻ്റെ ആവശ്യമില്ല? ഡു നോട്ട് റിക്വയർ എനി സർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സർവർ സൈഡിലുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത് അല്ലെ, അതെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവർ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് റിസൾട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മളെ ബ്രൗസറിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വേറൊരു വ്യത്യാസം എന്താ? സ്റ്റാറ്റിക് വെബ് പേജുകൾ ആർക്ക് വേണേലും ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് HTML മാത്രം അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാം. എന്നാൽ ഇതങ്ങനെ എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനെന്ത് വേണം? പ്രോഗ്രാമിംഗ് സ്കില്ലുള്ളവർക്കാണ് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഡൈനാമിക് വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് അതിന് നമ്മൾ JavaScript, CSS, PHP പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചാലേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ വ്യത്യാസം, ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതൊക്കെ, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതൊക്കെ. ഓക്കെ, ഇവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്. കുറച്ച് ലാംഗ്വേജ് വന്നിട്ട് ഏതൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ്, ഏതൊക്കെയാണ് സർവർ സൈഡ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ എഴുതാൻ, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ എഴുതാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. അല്ല, എന്താ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്? ഒരു ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം കോഡുകൾക്കാണ്, സ്ക്രിപ്റ്റുകൾക്കാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ, സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സർവർ. സർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. അങ്ങനെ അവിടെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് മാത്രം നമ്മളിലേക്ക് എത്തും. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ക്ലയൻറ്റ് അല്ലെ. ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡാറ്റയൊക്കെ വാലിഡേറ്റ് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നാൽ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡാറ്റാബേസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ വാല്യൂ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, വേണമെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ബ്ലോക്ക് ചെയ്യുക. അതായത് യൂസേഴ്സിന് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അങ്ങനെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ ദ യൂസർ. ബിക്കോസ് അത് വർക്ക് ചെയ്യുന്നത് സെർവറിലാണ്. അതൊരിക്കലും ഒരു യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റൂല. ആൻഡ് മറ്റൊരു കാര്യം, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഒബ്വിയസ്ലി ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് അത് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഒരിക്കലും എന്തല്ല? ബ്രൗസർ ഡിപ്പെൻഡൻ്റ് അല്ല.
അല്ല, ബിക്കോസ് അത് സെർവറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വേർഷൻ ഏതാ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും എന്തിനെ എഫക്റ്റ് ചെയ്യൂല, സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ വർക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യൂല. സോ ഇതാണ് രണ്ടിൻ്റെ വ്യത്യാസം. കറക്റ്റ് പഠിച്ചു വെച്ചോ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോ. അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? PHP, ASP, JSP എന്ന് പറയുന്ന 3 ലാംഗ്വേജ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. ജാവാ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളാണ് ബ്രണ്ടൻ H ആൻഡ് PHP ഡെവലപ്പ് ചെയ്ത ആളാണ് റാസ്മസ് ലേർഡോഫ്. PHPൻ്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ് PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രോസസ്സർ? PHPൻ്റെ Pൻ്റെ ഫുൾ ഫോം അഗെയിൻ PHP എന്നാണ്. സോ H ഹൈപ്പർ ടെക്സ്റ്റ്, P എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ. ASPൻ്റെ ഫുൾ ഫോം ആണ് ആക്റ്റീവ് സെർവർ പേജസ്, JSP ആണ് ജാവ സെർവർ പേജസ്. ഇവിടുന്ന് ചോദ്യം വരും, കണ്ടോ, ഇതൊരു ചോദ്യമാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 4 ലാംഗ്വേജസ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ്, ഏതൊക്കെയാണ് സെർവർ സൈഡ് എന്നുള്ളത്. മറ്റൊരു ചോദ്യമാണ് മക്കളെ, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. C++ പ്രോഗ്രാമിൻ്റെ ഒക്കെ ബേസിക് സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ച പോലെ ഒരു HTML ഡോക്യുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ട്. എങ്ങനെയാണ് ഉണ്ടാവുക? HTML ഓപ്പൺ ക്ലോസ്, ഹെഡ് ഓപ്പൺ ക്ലോസ്, ഹെഡിൻ്റെ ഉള്ളിൽ ഒരു ടൈറ്റിൽ ആൻഡ് ബോഡി ഓപ്പൺ ക്ലോസ്, ബോഡിൻ്റെ ഉള്ളിൽ അല്ല വെബ് പേജിന്റെ കണ്ടന്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു വേറൊരു ചോദ്യത്തിനും കൂടെ ഉത്തരം കിട്ടും. വാട്ട് ആർ ദ മെയിൻ ടാഗ്സ് ഓഫ് HTML എന്ന് വെച്ചാൽ HTML പ്രധാനപ്പെട്ട ടാഗുകൾ ഏതൊക്കെയാ? ഒന്ന് HTML എന്ന് പറയുന്ന ടാഗ്, പിന്നെ ഹെഡ് എന്ന് പറയുന്ന ടാഗ്, പിന്നെ ബോഡി എന്ന് പറയുന്ന ടാഗ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ്. ഈ 4 ടാഗുകളാണ് HTML ഏറ്റവും പ്രധാനപ്പെട്ട ടാഗുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് കിട്ടും. വാട്ട് ആർ ദ എസെൻഷ്യൽ ടാഗ്സ് ഓഫ് HTML എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. സോ ഇതാണ് കേട്ടോ ഒരു HTML ഡോക്യുമെന്റിന്റെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.